വീണ്ടും വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SIT ഇന്ന് അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയേക്കും. കുറ്റപത്രം നൽകുന്നതിൽ അന്വേഷണ സംഘത്തലവൻ S ശശിധരൻ ദേവസ്വം ബെഞ്ചിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകും. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ എല്ലാം റിപ്പോർട്ട് വിലയിരുത്തിയതിലെ പുരോഗതിയും വിശദാംശങ്ങളും SIT വിശദീകരിക്കും. സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഒരു കൂട്ടം ഹർജികളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, എന്തൊക്കെ കണ്ടെത്തലുകളാണ് എന്നുള്ളത് പ്രധാനമാണ്. ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക? ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘത്തലവനായ S ശശിധരൻ തന്നെ നേരിട്ടെത്തിയാകും റിപ്പോർട്ട് സമർപ്പിക്കുക. അന്തിമ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടുതൽ പേരെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത ഈ റിപ്പോർട്ടിലാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഭരണസമിതിക്ക് കൂടി പങ്കാളിത്തമുണ്ട് എന്ന രീതിയിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ, ആ തെളിവുകളുണ്ടെങ്കിൽ അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമോ എന്നടക്കമുള്ള ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. മാത്രവുമല്ല, റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിക്കുകയും അതിന്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുമോ, അതല്ല നിരവധി ഹർജികൾ BJP സംസ്ഥാന അധ്യക്ഷനടക്കം നൽകിയ ഹർജികളുടെ അടിസ്ഥാനമാക്കി CBI അന്വേഷണത്തിന് ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നതാണ് പ്രധാനം. നേരത്തെ സ്വമേധയാണ് ഹൈക്കോടതി ഈ ഹർജി സ്വീകരിക്കുകയും അതിൽ തുടർ നടപടികളിലേക്ക് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മുന്നോട്ട് പോവുകയും ചെയ്ത വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമിട്ട കേസ് കൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശബരിമലയിൽ നിന്നും സ്വർണം കവർന്നെടുത്തത് സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ വ്യാപകമായ പ്രചാരണം UDF നടക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം LDF സർക്കാരിനാണെന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രചാരണം മുന്നോട്ട് പോയത്. ഏതായാലും ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ആ സംഭവത്തിന്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ടാണ്. അതിലെ ഓരോ വിശദാംശങ്ങളും, അത് ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടിന്റെ പിൻബലത്തിലാണ് അന്വേഷണം പ്രത്യേക സംഘം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ വളരെ സുപ്രധാനമാണ്. പല റിപ്പോർട്ടുകളും അത് രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ്. കാരണം ആദ്യഘട്ടത്തിൽ വന്ന വിവരങ്ങളായിരുന്നില്ല പിന്നീട് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലായി വന്നിരുന്നത്. ഈ സ്വർണം എവിടേക്ക് കൊണ്ടുപോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ആ വെല്ലുവിളി. പൂർണ്ണമായും സ്വർണം കണ്ടെത്താൻ കഴിയാത്തത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഏതായാലും റിപ്പോർട്ട് രാവിലെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും സ്വർണ്ണ കവർച്ചാ കേസിൽ SIT അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ നൽകുക.